ചിക്കൻ ഫ്രൈഡ് റൈസിന്റെ കൂടെ ഒരു ലെഗ് പീസ് കൂടെ കിട്ടുന്നതിന് വെറും 110 രൂപ. നല്ല ചമ്പാവലി ചോറിന്റെ കൂടെ 4 ഐറ്റം കറികൾ, അതായത് തൊട്ട് കഴിക്കാനായിട്ട് 4 ഐറ്റം കറികളാണ്. കൂടെ കപ്പ കിട്ടുന്നുണ്ട്, പായസം, പപ്പടം, സാമ്പാർ, പുളിശ്ശേരി, പരിപ്പ്. ഇതോടൊപ്പം തന്നെ മീൻ കറിയും സൈഡ് ഡിഷ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ മീൻ കറിയും കൂടി കിട്ടുന്നതിന് വെറും 50 രൂപയാണ് ഇവിടുത്തെ പ്രൈസ് വരുന്നത്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് ഞാൻ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് സ്പോട്ടാണ്. തികച്ചും വ്യത്യസ്തമായിട്ട് ഒരുപാട് കോമ്പോസ് കിട്ടുന്ന ഒരിടമാണ് കേട്ടോ. ഇത് തിരുവനന്തപുരത്ത് തന്നെയാണ്. കോമ്പോസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് 1ഉം 2ഉം രീതിയിലുള്ള കോമ്പോസ് ആണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാത്തിനും കോമ്പോസ് ആണ്. അത് നല്ല ടേസ്റ്റ് വൈസിൽ കിട്ടുന്ന നല്ല കിടിലൻ കോമ്പോസ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് കിട്ടുന്നത്, ഇത് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് വീഡിയോയിലൂടെ അറിയാം. വീഡിയോയിലേക്ക് പോവാം. ഇതൊരു നാട്ടിൻപുറമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കോംബോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മലയൻകീഴ് പോലീസ് സ്റ്റേഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ശ്രീ പാർത്ഥസാരഥി എന്ന് പറയുന്ന ഇത്രയും കോമ്പോസ് കൊടുക്കുന്ന ഈ ഒരു കടയുള്ളത്. എത്ര ചെറിയ പൈസയാണ് കയ്യിലുണ്ടെങ്കിലും അതിനനുസരിച്ച് ഇവിടെ വന്ന് വയറ് നിറയെ ആഹാരം കഴിച്ചിട്ട് പോവാന്നുള്ളൊരു ചിന്തയാണ് സുജി എന്ന ഈ ഹോട്ടൽ ഉടമയ്ക്കുള്ളത്. അത്യാവശ്യം നല്ല ഡൈനിങ് സ്പേസ് ഉള്ള കടയാണിത്. വരുന്നവർക്ക് എല്ലാവർക്കും ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. രാവിലെ 8:30 തുറക്കുന്ന റെസ്റ്റോറന്റ് രാത്രി 11 മണിയായാലും ഇവിടെ ഓപ്പൺ ആണ്. ഇവിടെ കൂടുതലും കോമ്പോസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കൂടുതലും വന്ന് ഇരുന്ന് കഴിക്കുന്നേക്കാളും വന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന പാഴ്സലാണ് ഇവിടെ കൂടുതലും പോകുന്നത് കാണുന്നത്. ചൈനീസ് ഡിഷ് തയ്യാറാക്കാനായിട്ട് അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ കേറ്ററിംഗ് സർവീസ് അവൈലബിൾ ആണ്. മെയിൻ ആയിട്ട് വരുന്നത് സദ്യയാണ്. പിന്നെ ചൈനീസ് ഡിഷ് ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണെങ്കിലും ഓർഡർ അനുസരിച്ചിട്ട് ഇവർ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. കേറ്ററിംഗ് സർവീസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇതിന്റെ കോൺടാക്ട്സും ബാക്കി ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 7 വർഷത്തെ പാരമ്പര്യമുണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിന്. അതുപോലെ തന്നെ രാവിലെ 12:30 മുതലാണ് ഇവിടുത്തെ കോംബോ ഐറ്റംസ് എല്ലാം വരുന്നത്. ഒരു സാധാരണക്കാരന് വന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെനു അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാം ചൈനീസ് ഡിഷസ് ആണ്. ഫ്രൈഡ് റൈസ്, കൊത്തു പൊറോട്ട, അതുപോലെ നൂഡിൽസ് എല്ലാം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതിനെല്ലാം വരുന്നതെന്ന് പറഞ്ഞാൽ വെറും 110 രൂപയാണ്. ഈ 110 രൂപയ്ക്ക് ഈ ഫ്രൈഡ് റൈസും നൂഡിൽസൊന്നും മാത്രമല്ല, അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ലെഗ് പീസും കൂടെ അവർ വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചൈനീസ് ഡിഷൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ കൂടെ സൈഡ് ഡിഷായിട്ട് ഒന്നും നമുക്ക് ഓർഡർ ചെയ്യേണ്ടി വരുന്നില്ല. കാരണം ഈ ഒരു ലെഗ് പീസ് തന്നെ അതിൽ ധാരാളമാണ്. അതോടൊപ്പം തന്നെ ഇതിൽ നന്നായിട്ട് മീറ്റ് അവർ ആഡ് ചെയ്തിട്ടാണ് ഓരോ ഡിഷസും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ കൊത്തുപൊറോട്ടയാണ്. ഈ കൊത്തുപൊറോട്ടയിൽ തന്നെയും അവർ നല്ലൊരു എമൗണ്ട് ഓഫ് ഒരു മീറ്റാണ്, ചിക്കനാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. സാധാരണ ഇടങ്ങളിൽ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്കാണ് ഒരു ചിക്കൻ്റെ പീസൊക്കെ കടിക്കാൻ കിട്ടുന്നത്. പക്ഷേ ഇവിടെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എക്സ്ട്രാ ഒരു ലെഗ് പീസും വരുന്നുണ്ട്. എല്ലാത്തിനും ഈ ഒരു ലെഗ് പീസ് മസ്റ്റായിട്ട് അവർ വയ്ക്കുന്നുണ്ട് കേട്ടോ. കൂട്ടത്തിൽ വെജിറ്റബിൾസും ഒക്കെ അവർ ആഡ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 3 പൊറോട്ടയ്ക്കും ചിക്കൻ ഫ്രൈക്കും വെറും 50 രൂപയാണ് ഇവർ മേടിക്കുന്നത്. ഈ കാണുന്നതാണ് 50 രൂപയുടെ കോംബോ, അതായത് 3 പൊറോട്ടയും ചിക്കൻ ഫ്രൈയും. ഇങ്ങനെ ഒരു കോംബോ എവിടെ കിട്ടുമല്ലേ? അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഹൈജീനിക് ആയിട്ടും വളരെ പ്രോപ്പർ മെത്തേഡിലുമാണ് ഇവരിത് ഉണ്ടാക്കുന്നതൊക്കെയും. ഇത്രയും വലിയ രീതിയിൽ കോംബോ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഇതൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഇടുന്നത്. വെറും 50 രൂപയ്ക്കുള്ള ഊണാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത്രയും കൂട്ടം കറികളും നിറയെ ചോറും പായസവും പപ്പടവും പുഴുങ്ങിയ കപ്പയും അടക്കം 50 രൂപയാണ്. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ നല്ല അടിപൊളി തിരുവനന്തപുരം സ്റ്റൈലിലുള്ള മീൻ കറിയും. ഈ മീൻ കറി കണ്ടാൽ ഞങ്ങൾ വേറെ സ്പെഷ്യലായിട്ട് പൈസ കൊടുത്ത് മേടിച്ച് വെച്ചിരിക്കുന്നതെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഈ 50 രൂപ ഊണിൻ്റെ കൂടെ കിട്ടുന്ന മീൻ കറിയാണ് കിട്ടുന്നത്. വളരെ തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അതിൽ തന്നെയും പീസസ് ഉണ്ട്. പിന്നെ വലിയ ഒരു മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പീസൊക്കെ കാണുള്ളൂ. ഇതൊരു ചെറിയ ഐറ്റം മീനാണ്. അത് തന്നെയും നമുക്ക് ഈ കോമ്പോയുടെ കൂടെ 50 രൂപ ഊണിൻ്റെ കൂടെ കിട്ടുന്നെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണല്ലേ. അപ്പൊ ഇത്രയും കോമ്പോസ് കിട്ടുന്ന ഈ ഒരു കടയിൽ നിന്ന് നമ്മൾ ഈ അത്യാവശ്യം കുറച്ച് കോമ്പോസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇവിടെ നൂഡിൽസ്, പിന്നെ വിത്ത് ചിക്കൻ ലെഗ് ആണ്. അതോടൊപ്പം ചിക്കൻ ഫ്രൈഡ് റൈസ് വരുന്നുണ്ട്. അതിന്റെ കൂടെ നമുക്ക് ചിക്കൻ ലെഗ് വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കൊത്തു പൊറോട്ടയാണ്. അപ്പോൾ കൊത്തു പൊറോട്ട സാധാരണയായിട്ട് നമുക്ക് ഈവനിങ് സമയത്ത് തട്ടുകടയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ മെയിൻ കോഴ്സായിട്ട് ഇവിടെ കൊത്തു പൊറോട്ട കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ലെഗ് പീസാണ് ഉള്ളത്. അപ്പോൾ എല്ലാത്തിനും മെയിൻ ആയിട്ട് നമുക്ക് സൈഡ് ഡിഷ് വേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിയുമ്പോഴത്തേക്കും നൂഡിൽസോ ഫ്രൈഡ് റൈസോ കൊത്തു പൊറോട്ടയോ കഴിക്കുന്ന സമയത്ത് നമ്മൾ സൈഡ് ഡിഷായിട്ട് ഈ ചില്ലി ചിക്കൻ, പിന്നെ ഗോപി മഞ്ചൂരിയൻ അങ്ങനെയുള്ള ഡിഷസ് ഒക്കെ നമ്മൾ മേടിക്കാറുണ്ട്. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ചിക്കനിലേക്ക് നമുക്ക് കിട്ടും. പിന്നെ അതുകൂടാതെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള താരമാണ് ഇവിടെ ഊണ്.
അപ്പോൾ ഈ ഊണെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഊണ് മേടിക്കുമ്പോൾ 2 പേർക്ക് കഴിക്കാന്നുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ്. കറികളാണെങ്കിലും ആവശ്യത്തിന് അവർ തരുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ കിട്ടുന്ന ഒരു പ്ലസ് എന്ന് വെച്ചാൽ ഇവിടെ മീൻകറിയാണ്. നമ്മളിപ്പോൾ ഇത്രയും കണ്ടില്ലേ, ഈ നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ഈ കൊത്തു പൊറോട്ട, ഇതൊക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ നോർമലി പുറത്തൊക്കെ എത്രയാണ് എമൗണ്ട് വരുന്നത്? ഒരു 150, 160, 190 അങ്ങനെയൊക്കെയാണ് വരുന്നത് അല്ലേ. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ വിത്ത് ഒരു ലെഗ് പീസ് കൂടിയാണ് 110-നാണ് ഇവർ തരുന്നത്. അതായത് ചിക്കൻ ഫ്രൈഡ് റൈസിന്റെ കൂടെ ഒരു ലെഗ് പീസ് കൂടെ കിട്ടുന്നതിന് വെറും 110 രൂപ. അപ്പോൾ ഇവിടുത്തെ മെയിൻ താരം എന്ന് പറഞ്ഞാൽ ഊണാണ്. ഇവിടെ നല്ല ചമ്പാവലി ചോറിന്റെ കൂടെ 4 ഐറ്റം കറികൾ, അതായത് തൊട്ട് കഴിക്കാനായിട്ട് 4 ഐറ്റം കറികളാണ്. കൂടെ കപ്പ കിട്ടുന്നുണ്ട്, പായസം, പപ്പടം, സാമ്പാർ, പുളിശ്ശേരി, പരിപ്പ്. ഇതോടൊപ്പം തന്നെ മീൻ കറിയും സൈഡ് ഡിഷ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ മീൻ കറിയും കൂടി കിട്ടുന്നതിന് വെറും 50 രൂപയാണ് ഇവിടുത്തെ പ്രൈസ് വരുന്നത്. ഊണിനാണ്. അപ്പോൾ ഊണിന് നമുക്ക് വേറെ സ്പെഷ്യലായിട്ട് മീൻകറി മേടിക്കേണ്ട ആവശ്യമില്ല. ഇവർ തന്നെ മീൻകറി തരുന്നുണ്ട്. സാധാരണ ഗ്രേവി അങ്ങനെയുള്ള ഐറ്റംസ് ആണ് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ മീൻകറി തന്നെയാണ്. ആ മീൻകറി വിത്ത് ഊണാണ് വെറും 50 രൂപ കിട്ടുന്നത്. പായസം അടക്കം കിട്ടുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ഇപ്പം മീൻകറി ആണെങ്കിലും ഒരു പീസാണെന്നുണ്ടെങ്കിലും അത് നല്ല ഒരു തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം ഊണ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നല്ല ചമ്പാവരി, നല്ല ചൂട് ചോറുണ്ട്, കൂടെ പരിപ്പ് കറിയും സാമ്പാറൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്തായാലും സാമ്പാർ എടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് സാമ്പാർ കൂട്ടി ഊണ് കഴിച്ച് നോക്കാം. താങ്ക് യു. നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്ന കായും പരിപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കറിയുണ്ട്, പിന്നെ കേബേജ് കറിയുണ്ട്, പിന്നെ പച്ചടിയുണ്ട്, ബീട്രൂട്ട് പച്ചടിയുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്. എല്ലാം നല്ല ടേസ്റ്റാണ്. എല്ലാ കറികളും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. വെറുതെ പറയല്ല, ഒരു പ്രാവശ്യം നിങ്ങൾ ഇവിടെ വന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കറികൾക്ക് നല്ല ടേസ്റ്റാണ്. എല്ലാം വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കപ്പയുണ്ട്, നമുക്ക് കപ്പയും കൂടി കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മീൻ കറിയും, സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, ഈ ഊടിൻ്റെ കൂടെ കിട്ടുന്ന മീൻ കറിയും കപ്പയും കൂടി ഒന്ന് കഴിച്ചേക്കാം. ഇത് ചാളയോ കൊഴിയാളോ അങ്ങനെ എന്തോ ഒരു മീനാണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലില് തേങ്ങയൊക്കെ ഇട്ട് അരച്ച് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന മീൻകറിയാണ്. ഈ തക്കാളിയും കൊന്തൻ മുളകും ഒക്കെ ഇട്ട് തനി തിരുവനന്തപുരം സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ അടുത്ത് നമുക്ക് കൊത്തു പൊറോട്ട ട്രൈ ചെയ്യാം. ഇത് വെറും 110 രൂപയുടെ ഒരു ഐറ്റമാണ് ഈ കാണുന്നത്, വിത്ത് ലെഗ് പീസ്. കണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സോസ് ഒക്കെ ആവശ്യത്തിനാണ് ഇവർ ഒഴിച്ചിരിക്കുന്നത്. ഒത്തിരി ഹെവി ആയിട്ട് നമുക്ക് മടുക്കത്തില്ല. പിന്നെ എല്ലായിടത്തും കിട്ടുമ്പോൾ തന്നെ പൊറോട്ടയൊക്കെ നന്നായിട്ട് നല്ല കുതിർന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ പീസസ് നല്ലവണ്ണം പീസസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഒന്ന് ട്രൈ ചെയ്യേണ്ട സാധനം തന്നെയാണ് കേട്ടോ. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നത് ഇതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്.
ഇതിൽ ആവശ്യത്തിന് പീസസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒന്നിനും തന്നതല്ലേ, ലെഗ് പീസ് നമുക്ക് കഴിച്ചു നോക്കാം. നല്ല മുരിഞ്ഞിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ചിക്കൻ പീസ് കേട്ടോ. നമ്മുടെ ശ്രീ പാർത്ഥസാരഥി ഹോട്ടലിലെ കോമ്പോസ് ഐറ്റംസ് ഒക്കെ കണ്ടു. ഇതൊന്നും അല്ല കോമ്പോസ്, ഇവിടെ ധാരാളം കോമ്പോസ് ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം കോമ്പോയിലാണ് ഇവർ കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെ കോമ്പോയിൽ കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് തനി നാട്ടിൻപുറമാണ്. ഇത് മലയൻകീഴാണ്. മലയൻകീഴ് പോലീസ് സ്റ്റേഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കേട്ടോ. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്ക് തിരുമല ടച്ച് ചെയ്തിട്ട് മലയൻകീഴ് കയറാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് ഒരു പാടുമില്ല. പോലീസ് സ്റ്റേഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഈ ശ്രീ പാർത്ഥസാരഥി റെസ്റ്റോറന്റ് വരുന്നത്. അപ്പോൾ ഇവിടെ വളരെ നാട്ടിൻപുറത്തുകാരാണ്. അപ്പോൾ ഒത്തിരി ഒന്നും നമുക്ക് പൈസ മുടക്കിയൊന്നും എല്ലാം ഒന്നും മേടിച്ച് കഴിക്കാനൊന്നും പറ്റത്തില്ല. ചൈനീസ് ഡിഷ് തന്നെ ഇവിടെ ഈ ഇടയ്ക്കാണ് ഇവിടെ എല്ലാവരും നൂഡിൽസ്, ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും മേടിച്ച് കഴിക്കുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെ വലിയ വിലയ്ക്ക് നമുക്ക് പോക്കറ്റ് കാലിയാവാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇവിടുത്തെ ചേട്ടൻ അവർക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കോംബോ രീതിയിൽ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും വെറൈറ്റീസ് കോംബോ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ രാവിലെ 8:30 ഇവിടെ ഓപ്പൺ ചെയ്യുന്ന കട. 8:30 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ് കിട്ടുന്നത്. നമ്മുടെ കോംബോ ഐറ്റംസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 12:30 മുതലാണ്. പിന്നെ രാത്രി 11 മണി വരെയും ഇവിടെ എല്ലാ ഐറ്റംസും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോഴപ്പോഴും ഉണ്ടാക്കി കൊടുക്കുവാണ്, ചൂടോടെ കൊടുക്കുവാണ്. നമുക്കിവിടെ കാണാൻ പറ്റും, ഫ്രണ്ടിൽ തന്നെയാണ് ഇവർ കുക്ക് ചെയ്യുന്നത്, ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഫുഡ് സ്പോട്ടാണ് ഇവിടെ. ഫുഡ് കഴിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത് നല്ലൊരു സ്പോട്ടായിട്ട് കാണാം. ബൈ.